നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർട്ടി തന്റെ വരുതിയിലായെന്ന് മനക്കോട്ട കെട്ടിയ പ്രതിപക്ഷ നേതാവിന് വെള്ളിടിയേറ്റിരിക്കുന്നു. സുധാകരൻ ഫാക്ടർക്ക് മുകളിലല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയ മണിക്കൂറുകൾ. കണ്ണൂരിൽ നിന്നൊരു മുദ്രാവാക്യം ഉയർന്നിരിക്കുന്നു. ചങ്കാളിക്കത്തിയിരിക്കുകയാണ് വി.ഡി. സതീശന്. അടുത്ത മുഖ്യമന്ത്രി കെ സുധാകരൻ എന്ന് കണ്ണൂരിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യം ഏറ്റെടുത്ത് ബഹുഭൂരിപക്ഷം കോൺഗ്രസുകാരും കളത്തിലേക്ക്. അപകടം മണത്ത സതീശന് ഇപ്പോൾ വെറി പിടിച്ചിരിക്കുന്നു. ഇക്കണ്ട കാലം പണിയെടുത്തതും സ്വപ്നം കണ്ടതും എന്തിനു വേണ്ടിയായിരുന്നോ ആ സ്വപ്നം തകരുന്നു എന്നുള്ള ഭയമാണ് സതീശനെ ഇപ്പോൾ വേട്ടയാടുന്നത്. പിണറായിക്ക് നേർക്ക് നേർ നിൽക്കാൻ KS തന്നെ വേണമെന്ന് ഒരേ സ്വരത്തിൽ സോഷ്യൽ മീഡിയയിലും ചൂടൻ ചർച്ചകൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് കെ സുധാകരന്റെ കളികൾ ഓരോന്നായി പുറത്തേക്ക്. സീറ്റില്ലെന്നുറപ്പായ ഘട്ടത്തിൽ സതീശൻ വല്ലാത്ത ആവേശത്തിലായിരുന്നു. സുധാകരൻ തലവേദന ഒഴിഞ്ഞു എന്ന് തന്നെ കണക്കുകൂട്ടി. സീറ്റില്ലെങ്കിൽ ബൈ പറഞ്ഞ് പുറത്തേക്ക് പുതിയ പാർട്ടി പ്രഖ്യാപനം. ഇതായിരുന്നു സുധാകരന്റെ വെല്ലുവിളി. KSന്റെ ഈ ബോംബ് പൊട്ടിക്കൽ ഇതോടെ തല പിളർന്നു വീണത് സതീശൻ തന്നെയായിരുന്നു. പ്രതിപക്ഷ നേതാവിന് ആ സെക്കൻഡുകളിൽ തന്നെ മനസ്സിലായി ഇനി ഇതെന്റെ കയ്യിൽ നിൽക്കില്ല എന്ന്. കാരണം സുധാകരന്റെ ഈ വെല്ലുവിളിക്ക് മുൻപിൽ ഹൈക്കമാൻഡിന് വഴങ്ങേണ്ടി വരും. കാരണം കണ്ണൂരിൽ നിന്ന് ഉയർന്നിരിക്കുന്ന എതിർ ശബ്ദം അത്ര നിസ്സാരമല്ല. കണ്ണൂരിൽ സുധാകരൻ മാറി നിന്നാൽ തന്റെ അനുയായികളോട് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ അത് അതേപടി അനുസരിക്കും. കണ്ണൂരിൽ അടപടലം വീഴും കോൺഗ്രസ്, UDF. ഈ ഒരു പേടിയിലാണ് ഇപ്പോൾ സുധാകരന് സീറ്റ് കൊടുത്തിരിക്കുന്നത്. സുധാകരൻ സീറ്റ് ഉറപ്പിച്ചതോടെ ആദ്യം തന്നെ സുധാകരൻ നോക്കി പല്ലിളിച്ചിരിക്കുന്നത് വി.ഡി. സതീശനെ തന്നെയാണ്. സതീശ, നിന്റെ കളികളൊന്നും എന്നോട് നടക്കില്ല എന്നുള്ള പറയാതെ പറയുന്ന ഡയലോഗ്. കെ സുധാകരൻ ഇപ്പോൾ വൻ സ്വീകരണം ഒരുക്കാൻ അനുയായികൾ തിടുക്കം കൂട്ടുകയാണ്. കണ്ണൂരിൽ സുധാകരന്റെ അനുയായികൾ വലിയ ആവേശത്തിലാണ്. അതായത് തെരഞ്ഞെടുപ്പ് കഴിയും മുൻപ് തന്നെ സുധാകരൻ വിജയിച്ച ഒരു ആവേശത്തിലാണ് കണ്ണൂരിൽ നിന്നുള്ള KS പക്ഷക്കാർ ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ദില്ലിയിൽ നിന്ന് നാളെ കണ്ണൂരിലെത്തുന്ന സുധാകരന് വമ്പൻ സ്വീകരണം ഒരുക്കുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എയർപോർട്ട് മുതൽ റോഡ് ഷോയായി സ്വീകരിക്കാനാണ് ആലോചന. ദിവസങ്ങൾ നീണ്ടുനിന്ന നാടകീയതകൾക്കൊടുവിലാണ് സുധാകരന് കണ്ണൂരിൽ സീറ്റ് ഉറപ്പിക്കാനായത്. പാർട്ടിയോടിടഞ്ഞ സുധാകരന് കണ്ണൂർ സീറ്റ് നൽകി പ്രശ്നം പരിഹരിക്കാൻ ഒടുക്കം ഹൈക്കമാൻഡ് തീരുമാനിക്കുകയായിരുന്നു. കടുത്ത അതൃപ്തിയിൽ തുടരുകയായിരുന്ന സുധാകരൻ അവസാന ഘട്ടത്തിലും അനുനയത്തിന് വഴങ്ങിയതേയില്ല. ഞാൻ പുറത്തേക്ക് പോകുന്നു എന്നുള്ള കട്ടായം നിലപാടിൽ നിൽക്കുകയായിരുന്നു. ഒടുവിൽ കണ്ണൂർ സീറ്റ് നൽകി പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ ആ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് AK ആന്റണിയും രമേശ് ചെന്നിത്തലയുമായിരുന്നു. ഇരുവരുടെയും ഇടപെടലിനൊടുവിലാണ് സുധാകരന് കണ്ണൂരിൽ സീറ്റ് നൽകുന്നതിൽ തീരുമാനമായത്. മൂന്നാം പിണറായി സർക്കാർ ഇനി ഉണ്ടാകരുത് എന്നുള്ളത് AK ആന്റണി സുധാകരനോട് പറഞ്ഞു. അതിന് സുധാകരൻ ഇടഞ്ഞു നിൽക്കരുത്, ഒന്നിച്ചു നിൽക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു AK ആന്റണി മുന്നോട്ട് വെച്ചത്. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരരുത് എന്നുള്ളത് കെ സുധാകരന്റെയും ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ സതീശനെ ഒതുക്കുക എന്നുള്ള ലക്ഷ്യവും ഇനി സുധാകരനുണ്ട്. കാരണം KPCC പ്രസിഡന്റ് കസേരയിൽ നിന്ന് സുധാകരനെ ചാടിച്ചത് സതീശനാണ്. തന്റെ മുൻപിലുള്ള വെല്ലുവിളി അത് സുധാകരനാണെന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ സുധാകരനെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള സകലമാന കളിയും സതീശൻ പുറത്തെടുത്തിരുന്നു. അന്ന് തന്നെ സുധാകരൻ സതീശനെ സ്കെച്ചിട്ടതാണ്. ഇതുമാത്രമല്ല, പൊതുവേദിയിൽ ഇരുവരും തമ്മിൽ പൊട്ടിത്തെറിയിലേക്കും വാഗ്വാദങ്ങളിലേക്കും എത്തുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഒരു മുതിർന്ന നേതാവ് എന്ന പരിഗണന പോലും കൊടുക്കാതെ സതീശൻ തന്നെ അപമാനിക്കുകയാണെന്ന് പാർട്ടിയിൽ പലതവണ സുധാകരൻ പരിഭവവും പറഞ്ഞിരുന്നു. എന്നാൽ സതീശൻ തൻ്റെ ഒരു ഓറ തന്നെ ഉണ്ടാക്കിയെടുത്തു. ഇനി അത് പൊളിക്കാൻ കഴിയില്ല. ഇങ്ങ് കേരളത്തിൽ താനാണ് ശക്തൻ, കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇനി ഞാനാണ് എന്ന് അങ്ങ് സ്വയം കരുതുകയായിരുന്നു. എന്നാൽ അങ്ങനെ ആ സ്വയം കരുതിയത് അതിന് കുമിളയുടെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല. സതീശന് വ്യക്തമായിരിക്കുകയാണ്, സുധാകരനൊന്ന് ഇടഞ്ഞാൽ അത് തീരാവുന്നതേ ഉള്ളൂ, ആ പൊട്ടി തീരാവുന്നതേ ഉള്ളൂ കുമിള എന്നുള്ളത്. തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ വെട്ടി ഒതുക്കാൻ സതീശൻ കൂട്ടർ വല്ലാത്ത കളികൾ കളിച്ചിരുന്നു. അതൊന്നും സുധാകരൻ മറക്കില്ല. ഇപ്പോൾ മനസ്സിലായോ എൻ്റെ ഹോൾഡ് എന്താണ്
സതീശ എന്നുള്ള ലൈനിൽ നിൽക്കുകയാണ് സുധാകരൻ. ഇവിടെ കാണേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. അതായത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതിന് മുൻപ് തന്നെ, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ കണ്ണൂരിൽ നിന്നുള്ള KS പക്ഷക്കാർ ആവശ്യപ്പെട്ടിരുന്നത് ഒരു കാര്യമാണ്. MP സ്ഥാനത്തിൽ ഇളവ് നൽകി സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ഒരു ആവശ്യം. അതായത് അവർ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാനുണ്ടായ സാഹചര്യവും കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. CPM-ന്റെ പട്ടിക ആ സമയത്തൊന്നും പുറത്തു വന്നിരുന്നില്ല. തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. പിണറായി വിജയൻ ഉണ്ടാകില്ല എന്നുള്ള തരത്തിലൊക്കെ ചർച്ചകൾ വന്ന ഘട്ടത്തിൽ ഈ സുധാകര പക്ഷക്കാർ സുധാകരന് വേണ്ടി അങ്ങനെ മുറവിളി കൂട്ടിയിരുന്നില്ല. എന്നാൽ CPM-നെ നയിക്കാൻ പോകുന്നത് പിണറായി വിജയൻ ആണെന്നും പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആവശ്യവും ഉയർന്നതോടുകൂടി, അതിൽ ഒരു ഏകദേശ തീരുമാനമായതോടുകൂടിയായിരുന്നു കണ്ണൂരിലെ K. സുധാകരൻ പക്ഷക്കാർ ഇളകിയിറങ്ങിയത്. അവർ കോൺഗ്രസിനോട് വെച്ച ആവശ്യം സുധാകരൻ മത്സരിക്കണം, സുധാകരൻ കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കണം എന്നുള്ളതായിരുന്നു. കാരണം അവർ പറയുന്ന ഒരു ന്യായമുണ്ട്. കണ്ണൂരിൽ തങ്ങൾക്ക് തലപ്പൊക്കത്തിൽ ഒരു നേതാവ് വേണം. അതിന് മറ്റൊരു പേരുമില്ല, K. സുധാകരൻ. പിണറായിക്ക് കട്ടയായിട്ട് മുൻപിൽ നിൽക്കാൻ എതിരാളിയായിട്ട് ഒരൊറ്റയാളേ ഉള്ളൂ കണ്ണൂരിൽ. അത് ഞങ്ങളുടെ K. സുധാകരനാണെന്ന് സുധാകര പക്ഷക്കാർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നിരന്തരം വാദിച്ചു സുധാകരന് സീറ്റ് കൊടുക്കണം എന്നുള്ളത്. പിണറായി വിജയൻ മത്സരിക്കുകയാണെങ്കിൽ തൊട്ടിപ്പുറത്ത് സുധാകരൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് ഒന്ന് ചൂട് പിടിക്കുകയുള്ളൂ. കട്ടയ്ക്ക് നിൽക്കാൻ തക്ക നേതാക്കൾ ഇരുപക്ഷത്തും വേണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. മാത്രമല്ല സുധാകരന് തന്നെ അറിയാമായിരുന്നു ഈ ഒരു തവണ കൂടി മത്സരിക്കാൻ കഴിയും, ചിലപ്പോൾ അടുത്ത തവണ മത്സരിക്കാൻ തനിക്ക് കഴിഞ്ഞേക്കില്ല എന്ന് സുധാകരനും കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. പിണറായി നിൽക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് ഞാൻ വേണം എന്നുള്ളത് സുധാകരന്റെയും ഒരു ആവശ്യമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കടുംപിടുത്തത്തിൽ സുധാകരൻ എത്തിയത് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ പിണറായിക്ക് തലപ്പൊക്കത്തിൽ CPM പിണറായിയെ തലപ്പൊക്കത്തിൽ ഉയർത്തി കാണിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് കണ്ണൂരിൽ സുധാകരൻ തന്നെ തലപ്പൊക്കത്തിൽ വേണമെന്ന് KS പക്ഷക്കാർ വാദിച്ചതും കളിയാകെ മാറിമറിഞ്ഞു. പക്ഷേ ഇവിടെ VD സതീശൻ കണക്ക് കൂട്ടിയിരുന്നത് താനാണ് പിണറായിക്ക് പോകുന്ന എതിരാളി എന്നായിരുന്നു. എന്നാൽ പലപ്പോഴും പിണറായിക്ക് മുൻപിൽ അടിയറവ് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മൾ പലതവണ കണ്ടു കഴിഞ്ഞതാണ്. കൃത്യമായി പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടാനോ പിണറായിക്ക് നേരെ വിമർശനങ്ങൾ ഉന്നയിക്കാനോ പിണറായിയെ നേർക്ക് നേർ നിന്ന് വെല്ലുവിളിക്കാനോ ഉള്ള ഒരു ധൈര്യം പ്രതിപക്ഷ നേതാവ് കാണിച്ചിട്ടില്ല. ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടോ എന്നുള്ള ചോദ്യം പോലും കേരളം ഉയർത്തിയത് പല ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. എന്തിനേറെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കുന്ന പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടാൻ എടോ വിജയ എന്ന് വിളിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കുന്ന ധൈര്യവും നട്ടെല്ലും പോലും പലപ്പോഴും ഈ പറയുന്ന VD സതീശൻ കാണിച്ചിട്ടില്ല. ഇത് മാത്രമല്ല KSU പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിണറായി പോലീസിന്റെ അടികൊണ്ട് തെരുവിൽ ചോര തുപ്പുമ്പോൾ പോലും അവർക്ക് വേണ്ടി സംസാരിക്കാൻ സതീശൻ വന്നിട്ടില്ല. പക്ഷെ ആ ഘട്ടത്തിലൊക്കെ ശക്തമായി സംസാരിച്ച് പിണറായിക്ക് നേരെ വിമർശനങ്ങൾ ചൊരിഞ്ഞ് K. സുധാകരൻ രംഗത്ത് വരുന്നത് നമ്മൾ പലപ്പോഴും കണ്ടു. അതുകൊണ്ട് തന്നെ പിണറായിക്ക് പോകുന്ന ഒരു എതിരാളി അത് സുധാകരനാണ് എന്നുള്ള ഒരു പ്രതീതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കണമെന്ന് സുധാകര പക്ഷക്കാർ ആവശ്യപ്പെട്ടതും സുധാകരന് സീറ്റില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നവർ വലിയ വെടി പൊട്ടിച്ചതിന് കാരണവും. ഒടുക്കം ഹൈക്കമാൻഡിന് വഴങ്ങേണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും ഇനി ഉറപ്പായിട്ടും ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാം, സുധാകരനെ തന്നെയായിരിക്കും ഇവർ ഉയർത്തി കാണിക്കാൻ പോകുന്നത്. പിണറായിക്ക് നേരെ കോൺഗ്രസ് ഉയർത്തി കാണിക്കാൻ പോകുന്ന പേര് സുധാകരൻ്റേത് തന്നെയാണ് എന്നുള്ളത് ഇതിൽ നിന്ന് ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. ഇതോടുകൂടി കട്ടൗട്ടും ഫ്ലെക്സും എല്ലാം മടക്കി വെക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ VD സതീശൻ എത്തിയിരിക്കുന്നത്. ഈ പേടിയാണ് VD സതീശനെ മറ്റു ചില ചിന്തകളിലേക്കും കൊണ്ടുപോകുന്നത്. അതായത് ഇനി ആവശ്യം മുഖ്യമന്ത്രി കസേരയ്ക്ക് K. സുധാകരൻ നോട്ടമിടുമോ, ഇതുപോലെ ഒറ്റക്കാലിൽ നിന്നാൽ ഹൈക്കമാൻഡിന് വഴങ്ങേണ്ടി വരും, താൻ വെറും ഷൂ ആയി പോകും എന്നുള്ള ഒരു ഭയമാണ് VD സതീശനിൽ ഇപ്പോൾ നിഴലിക്കുന്നത്. സതീശൻ ചോദിച്ചു മേടിച്ചു എന്ന് വേണം പറയാൻ. രാഹുൽ വിഷയത്തിൽ സതീശനോട് എതിർത്ത് നിൽക്കുന്ന രാഹുൽ ഷാഫി കൂട്ടർ, അതായത് സൈബർ ഗ്രൂപ്പുകൾ ഇരുവരുടെയും, ഇവർക്ക് VD സതീശനെ കണ്ടുകൂടാ. എന്നാൽ സുധാകരനോട് നല്ല ചായ്വുമാണ്. അതിന്റെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് സുധാകരൻ വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു. ഇതോടുകൂടി സുധാകര പക്ഷത്തേക്ക് രാഹുലിൻ്റെയും ഈ പറയുന്ന ഷാഫി പറമ്പിലിൻ്റെയും ഒക്കെ സൈബർ ഗ്രൂപ്പുകൾ ചാഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ശ്രദ്ധിച്ചാൽ മതി,
കെ സുധാകരന് സീറ്റ് കൊടുക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗ്രൂപ്പും ആവശ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക്, ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം VD സതീശൻ തനിക്ക് മുന്നിലുള്ളവരെ മുഴുവൻ വെട്ടിമാറ്റി എന്ത് നെറികേട് കാണിച്ചും അവരെ ഇല്ലായ്മ ചെയ്ത് ഉയർന്നു വരാൻ ശ്രമിക്കുകയാണെന്നും, എന്നാൽ മറ്റ് നേതാക്കൾ അങ്ങനെയല്ല, ഒപ്പമുള്ളവരെ കൂടി ഉയർത്താൻ അധികാരത്തിന് വേണ്ടി വടംവലി നടത്തുമായിരിക്കും, പക്ഷേ സതീശൻ കാണിക്കുന്നത് പോലത്തെ നെറികേട് കാണിക്കില്ല എന്നാണ് അവർ പച്ചയ്ക്ക് വിളിച്ചു കൂവുന്നത്. അതായത് സതീശന് വലിയ എതിരാളികൾ കോൺഗ്രസിലുണ്ട്, UDFിലുണ്ട് എന്നുള്ളത് ഈ ഒരു വിഷയത്തോടു കൂടി വ്യക്തമായിരിക്കുകയാണ്. വെറും ചീള് കേസെന്ന് കരുതി സതീശൻ കൈവച്ചത് മൂർഖൻ പാമ്പിനെ തന്നെയായിരുന്നു. സുധാകരൻ നിവർന്നൊന്ന് നിന്നപ്പോൾ സതീശൻ ദേ നടുവൊടിഞ്ഞ് നിലത്തേക്ക്. കോൺഗ്രസിനെ പിടിച്ചുലച്ച സുധാകര പ്രളയം ഒടുവിൽ ഇപ്പോൾ സീറ്റ് കൊടുക്കുന്നതോടുകൂടി ശാന്തമാകുകയാണ്. എന്നാൽ അശാന്തി പടർന്നിരിക്കുന്നത് VD സതീശന്റെ നെഞ്ചിനുള്ളിലാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പേടി സതീശനെ വേട്ടയാടി തുടങ്ങിയിട്ടുണ്ട്. സതീശൻ ഇതുവരെ കരുതിയിരുന്നത് താൻ ഒരു കരുത്തുറ്റ നേതാവ്, കോൺഗ്രസിൽ എൻ്റെ വാക്കിനൊരു വിലയുണ്ട് എന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തെറ്റിദ്ധാരണയായി പോയി എന്നുള്ളത് ഇപ്പോൾ ഏകദേശം VD സതീശന് മനസ്സിലായിരിക്കുകയാണ്. സുധാകരന് വേണ്ടി മുറവിളി കൂട്ടിയതുപോലെ, അതായത് കണ്ണൂരിൽ സുധാകരന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ള നിലയിലേക്ക് ഒരു കാലത്തും ഈ പറയുന്ന VD സതീശന്റെ ഗ്രൂപ്പ് പറയാൻ പോകുന്നില്ല പറവൂരിൽ. കാരണം പറവൂരിൽ VD സതീശനെ കണ്ടുകൂടാത്തവരാണ് ഏറ്റവും കൂടുതലുള്ളത്. പാർട്ടിയിലുള്ളവർക്ക് പോലും VD സതീശനെ കണ്ടുകൂടാ. VD സതീശനെ പറവൂരിട്ട് തീർക്കാൻ കാത്തിരിക്കുന്നത് CPM മാത്രമല്ല, അത് കോൺഗ്രസിലും UDFിലും ആൾക്കാരുണ്ട്. അതായത് സതീശൻ വേണ്ട, സതീശൻ ഒരു അഹങ്കാരിയാണ്, സതീശൻ ഉയർന്നു വന്നാൽ പാർട്ടിയുടെ അധികാരം മുഴുവൻ സതീശനിൽ കേന്ദ്രീകരിച്ചാൽ അത് അപകടമാണെന്ന് കൃത്യമായി അറിയാവുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അതുകൊണ്ട് VD സതീശനും അറിയാം, ഇപ്പോൾ എനിക്ക് സീറ്റ് തരാൻ പാർട്ടി തയ്യാറായില്ലെങ്കിൽ മിണ്ടാതെ മൂലക്കിരിക്കുക എന്നേ നിവർത്തിയുള്ളൂ. അല്ലാതെ ഇപ്പോൾ കെ സുധാകരന് വേണ്ടി ശബ്ദമുയർത്തിയ, കണ്ണൂരിൽ നിന്ന് കെ സുധാകരന് വേണ്ടി ഉയർന്ന ശബ്ദം കേട്ട് കേരളം പോലും ഒന്ന് വിറച്ചിരിക്കുകയാണ്. കാരണം സുധാകരൻ ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ ചങ്കിനുള്ളിലാണ് സുധാകരൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കണ്ണൂർ ഇളകി മറിഞ്ഞത്. കണ്ണൂരിലെ CPM നേതാക്കളും ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു ഗ്രൂപ്പ്, തനിക്ക് വേണ്ടി നിൽക്കുന്ന, ചങ്ക് പറിച്ച് കൂടെ നിൽക്കുന്ന ഒരു കൂട്ടർ തനിക്കൊപ്പം ഇല്ല എന്നുള്ളത് സതീശൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് സതീശൻ ഇനി ഒരു പൊടിക്കൊന്ന് അടങ്ങും. ഉച്ചയ്ക്ക് 12 മണിക്ക് കെ സുധാകരൻ ഒരു വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഞാൻ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു, പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നു എന്നുള്ള ആ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയായിരുന്നു ആ ഒരു വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ആ 12 മണിക്ക് മുൻപ് തന്നെ സുധാകരന് സീറ്റ് എന്നുള്ള വിവരം ഹൈക്കമാൻഡിൽ നിന്ന് വന്നതോടുകൂടി ആ വാർത്താ സമ്മേളനം തന്നെ സുധാകരൻ അവസാനിപ്പിക്കുകയായിരുന്നു. ആന്റണിയുടെയും രമേശ് ചെന്നിത്തലയുടെയും നയതന്ത്ര ഇടപെടലുകളാണ് കെ സുധാകരന് വഴിയൊരുക്കിയത്. ഇതോടെ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കൽ കൂടി ക്രൈസിസ് മാനേജരായി AK ആന്റണി ഉദിച്ചുയർന്നിരിക്കുന്നു. സുധാകരൻ കടുംകൈ ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ രമേശ് ചെന്നിത്തലയാണ് ആദ്യം രംഗത്തിറങ്ങിയത്. ഉടൻ തന്നെ തിരുവനന്തപുരത്തെ ആന്റണിയുടെ വസതിയായ അഞ്ചനത്തിലേക്ക് ചെന്നിത്തല വിളിച്ചു. ആന്റണിയെ സ്ഥിതിഗതികൾ അറിയിക്കുകയും ചെയ്തു. പിന്നാലെ രാഹുൽ ഗാന്ധിയെയും ഹൈക്കമാൻഡ് പ്രതിനിധികളെയും ബന്ധപ്പെട്ട ചെന്നിത്തല സുധാകരന്റെ പ്രാധാന്യം പാർട്ടിയെ ബോധ്യപ്പെടുത്തി. സുധാകരൻ പടിയിറങ്ങിയാൽ മലബാറിലെ കോൺഗ്രസ് തകരുമെന്ന മുന്നറിയിപ്പായിരുന്നു ചെന്നിത്തല നൽകിയത്. ഇതോടെ ഹൈക്കമാൻഡ് അയഞ്ഞു. രാഹുലുമായി ആന്റണിയും സംസാരിക്കുന്നു. സുധാകരനെ കൂടെ നിർത്തണമെന്ന് ആന്റണിയും ആവശ്യപ്പെട്ടു. അതിന്റെ കാര്യകാരണവും പറഞ്ഞു മനസ്സിലാക്കി. കോൺഗ്രസിൽ പിളർപ്പുണ്ടാകുന്നത് ഗുണകരമല്ലെന്ന് ആന്റണി നിലപാടെടുത്തു. കാരണം ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് അധികാരം കോൺഗ്രസ് തന്നെ പിടിക്കും, UDFിന്റെ കൈകളിലേക്ക് എത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസം എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്. അതായത് ജനങ്ങൾ അധികാരം നമ്മുടെ കൈവെള്ളയിൽ കൊണ്ട് തന്നിരിക്കുകയാണ്, ഇത് കളഞ്ഞു കുളിക്കരുത് എന്ന ഒരു നിലപാടായിരുന്നു AK ആന്റണി സ്വീകരിച്ചത്. രാഹുലിനോട് തന്റെ നിലപാട് അറിയിക്കുകയും ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായും ആന്റണി ബന്ധപ്പെട്ടിരുന്നു. സുധാകരന് സീറ്റ് നൽകണമെന്നും പിടിവാശി കളയണമെന്നും അദ്ദേഹവും ആവശ്യപ്പെട്ടു. മുതിർന്ന പ്രവർത്തക സമിതി അംഗത്തിന്റെ ഈ ആവശ്യം ഖാർഗെയും അംഗീകരിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി ഒടുക്കം പച്ചക്കൊടി വീശിയതോടെ സാക്ഷാൽ AK ആന്റണി തന്നെ സുധാകരനെ നേരിട്ട് വിളിച്ചു. രാഷ്ട്രീയത്തിലെ ജ്യേഷ്ഠ സഹോദരന്റെ സ്നേഹപൂർണമായ ശാസനയ്ക്ക് മുന്നിൽ സുധാകരന്റെ വാശി അലിഞ്ഞില്ലാതായി. സുധാകരന്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും തെരഞ്ഞെടുപ്പിൽ ഉചിതമായ പ്രാധാന്യം നൽകുമെന്നും ആന്റണി ഉറപ്പ് നൽകിയതായിട്ടാണ് വിവരം.
പദവികളില്ലാതെ തന്നെ ഒതുക്കാൻ നോക്കിയവർക്കുള്ള മറുപടി ആന്റണിയുടെ ഈ വിളിയിലൂടെ ലഭിച്ചു എന്നാണ് സുധാകര പക്ഷത്തിന്റെ വിലയിരുത്തൽ. അത് കൃത്യമായി സതീശനുള്ള, പ്രതിപക്ഷ നേതാവിനുള്ള കുത്തു തന്നെയാണ്. പദവികളില്ലാതെ ദുർബലമാവുകയാണെന്ന തോന്നലിൽ നിന്നാണ് സുധാകരൻ വിപ്ലവത്തിന് കോപ്പുകൂട്ടിയത്. എന്നാൽ ആന്റണിയും ചെന്നിത്തലയും ചേർന്ന് നടത്തിയ ഈ ഡയറക്റ്റ് ഓപ്പറേഷൻ കോൺഗ്രസിനെ വലിയൊരു പൊട്ടിത്തെറിയിൽ നിന്നാണ് ഇപ്പോൾ രക്ഷിച്ചിരിക്കുന്നത്. ഏതായാലും സുധാകരൻ ഒരു ശക്തി കേന്ദ്രമാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇത് വി.ഡി. സതീശനെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ അടപടലം സ്വപ്നങ്ങൾ തകർന്ന് നടുവും തല്ലി താഴെ വീണിരിക്കുന്നത് വി.ഡി. സതീശനാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.